ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് വന്നതാണ്. കായംകുളത്താണ്. കണ്ടോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടെ കൂടുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. എനിക്ക് മുന്നത്തെ ഷോട്ട് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ പുഴു. ഹായ് ബായ്. ഇത് ഇവിടെ ഇത് കുരിപ്പ് അശ്വതി. പിന്നെ ബാക്കിൽ അമ്മയ. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാരും എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ്. ഇവളുടെയാണ് എൻഗേജ്മെന്റ്. അപ്പോ വിശദമായിട്ട് പിന്നെയും നമുക്ക് കാണാം. ഞങ്ങൾ വീട്ടിൽ കയറട്ടെ. നല്ല വിശപ്പുണ്ട്. എന്താ കഴിക്കാനുള്ളതെന്ന് അറിയില്ല. എന്താ കഴിക്കാനുള്ള അപ്പൊ ഞങ്ങളിത് അവിടെ വീട്ടിലെത്തി. ഇനി കുറച്ചു നേരത്തേക്ക് ഞങ്ങള് ആർമാദിക്കാൻ പോവാണ്. ഇന്ന് നാളെയൊക്കെ ആയിട്ട്. ഒത്തിരി നാളായി. പുഴുവിന്റെ കല്യാണത്തിനാണ് ഞങ്ങൾ ലാസ്റ്റ് കൂടിയത്. ഒരു വർഷമാവാനാ പോണെ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കാണുന്നുണ്ട്. പക്ഷെ ഒരു ഗാദറിങ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു സമയം കിട്ടാത്ത കാരണം പറ്റിയില്ല. അപ്പൊ എല്ലാരും വന്നിട്ട് കണ്ട ഇത് അമ്മൂമ്മ, ഇവിടുത്തെ അമ്മൂമ്മയാണ്. അപ്പൊ ഞങ്ങള് കേക്ക് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏത് കേക്കത്? റെഡ് വെൽവെറ്റ് ആണ്. അപ്പൊ എല്ലാരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. മൈലാഞ്ചി കാണിച്ചു. ആരും കിട്ടിയില്ല. കേക്കിന് ഞങ്ങൾ പ്രത്യേകിച്ച് തരണം. കേക്ക് കഴിക്കാം. ഞാനും കഴിക്കാൻ പോവാ. അപ്പൊ ഞങ്ങള് ഡിന്നർ കഴിക്കാൻ പോവാ. ഇപ്പൊ എന്താ സ്പെഷ്യൽ എന്ന് നോക്കട്ടെ. രേഷ്മ, എൻഗേജ്മെന്റ് ആയിട്ട് എന്താ പറയാനുള്ളത്? ഞങ്ങൾ പൊറോട്ടയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ അമ്മയ. പിന്നെ ഞാനൊരു 10:30 ആയപ്പോഴാണ് കഴിക്കണം. ഇല്ലെങ്കിൽ ചോറ് കൊടുത്ത് ഞങ്ങളിവിടെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മലയാളികളിലേക്ക് എത്തിക്കണം എന്നുള്ളതിൽ അതുകൊണ്ടാണല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എല്ലാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോ ഞങ്ങള് ശരി വരുന്നു. ഞങ്ങള് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞ വർത്താനം പറഞ്ഞ് കുറെ ബിഗ് ബോസ് കണ്ട് കുറെ വിശേഷം പറഞ്ഞ് നല്ല ഉറക്കം ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. ഞങ്ങള് ഇപ്പം കാഫി കുടിക്കുക. റെഡി ആവണം. ടച്ചപ്പൊക്കെ ചെയ്ത് പെട്ടെന്ന് റെഡിയായി. സമയമായി തുടങ്ങി. അപ്പോൾ ഇഡ്ഡലി കഴിച്ചു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഓരോരുത്തർ റെഡി ആവാൻ തുടങ്ങി. അവള് മേലെ റെഡി ആവുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ പോവാണ് എല്ലാവരും. മേക്കപ്പ് അറിയാത്ത കുറച്ച് അധികം ടീംസ് ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ മേക്കപ്പ് അറിയാത്ത കാരണം ഞങ്ങളുടെ മേക്കപ്പ് നല്ല ഭംഗിയിൽ ഒരുങ്ങി കുറച്ച് കഴിയുമ്പോൾ സുന്ദരി മണികളായിട്ട് ഞങ്ങളെല്ലാവരും വരും. ഓക്കെ. സോ ഞങ്ങളെല്ലാരും റെഡി ആയിട്ട് അവിടെ എത്തി. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോ ഇതാ എല്ലാരും റെഡിയാണ്. ഞങ്ങളുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ടെൻഷനിലാണ് അവള്. ഭയങ്കര ടെൻഷനാണ്. ബഹളായി.
സ്ട്രെസ് ഉണ്ടോ? ഓക്കെ കൈയടിക്ക് കൈയടിക്ക്. രേഷ്മേ ഇവിടെ നോക്കി. നല്ല പാട്ടാ അല്ലേ? നല്ല പാട്ടല്ലേ? നല്ല വെയിലാണ് ഗൈസ്, അടിപൊളി വെയിലാണ്. നല്ല കാറ്റുണ്ട്, നല്ല വ്യൂ ആണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. മുടിയെല്ലാം സെറ്റ് ചെയ്ത് വന്നെല്ലാം പോയി. സംസാരിച്ചിരുന്നോ? കഷ്ടപ്പെടുന്നുണ്ട് അവര്, ഫോട്ടോഗ്രാഫേഴ്സ് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നല്ല വെയിലുണ്ട്, എല്ലാവരും അപ്പുറം മാറിയിരിക്കും ഇവിടെ ഇരിക്കാതെ. ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി, അവര് ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. എല്ലാരും ടയേർഡായി. വെയിലാണ്, ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു വെയിലുണ്ട്. ഓ, എല്ലാവരും അപ്പുറത്ത് മാറി നിൽക്കുവാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ ഹാപ്പി? പിന്നെന്താ വിശേഷങ്ങൾ? പറ ആർക്കൊന്നും പറയാ. കഴിക്കാൻ പോവാണ്, കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് ഞങ്ങള് പോവാണ്, പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ വ്ലോഗ് ഇവിടുന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തേ, സ്റ്റേഷനിൽ നിന്ന്. ഇവിടെ നിന്ന് എൻഡ് ചെയ്യാന്ന് വെച്ച് വേറെ ഒരു വീഡിയോസ് എടുത്തില്ല. ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി ഫ്രഷായി. പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് ഒന്ന് ചിൽ ഔട്ട് ചെയ്തു, പുറത്തൊക്കെ പോയി ഒന്ന് ബീച്ചിലൊക്കെ പോയി. പക്ഷെ ഒന്നും എടുത്തില്ല, ഞങ്ങളുടെ ഒരു ഫൺ ടൈം അങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ല. ഇവരെന്റെ കളിയാക്കുവാണ്. അപ്പോ ഇവര് ഇന്ന് പോവും, ഞങ്ങള് നാളെ മോർണിംഗ് പോകത്തുള്ളൂ. ഇവരുടെ ട്രെയിൻ നൈറ്റ്, അവർക്ക് കോഴിക്കോട് എത്തണം. അപ്പോൾ അതിനാ പോണേ. ഞങ്ങള് ഇപ്പം അടുത്ത കുഴപ്പമില്ലല്ലോ, അപ്പൊ രാവിലത്തെ ട്രെയിന് പോവാലോ നിർത്തും. അപ്പൊ ഞാൻ നേരെ എറണാകുളത്താ പോണേ, പുള്ളി വീട്ടിൽ പോവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പത്തല്ലേ? എക്സ്ക്യൂസ് മീ ഗൈസ്. നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മീറ്റിൽ കൊണ്ടുവന്ന് തുണി പോയപ്പോഴേ എന്റെ മൊത്തത്തിൽ പോയി, എന്റെ റില മൊത്തത്തിൽ പോയി. പിന്നീട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഡയമണ്ടിന്റെ മോതിരെടുത്തു, എന്റെ കാലെന്തേ കാണ്ട് കണ്ടുന്നില്ല. ആ റിങ്ങിനകത്തൊന്ന് കല്ലിളകി പോയി. പിന്നെന്തൊക്കെയായിരുന്നു, ഡ്രസ് ഫ്ലോപ്പായി. രണ്ടാമത് ഡ്രസ്സിന് കൊണ്ടുവന്ന് കൊടുത്ത്. ഫുഡിന് പ്രശ്നം പറയാൻ പറ്റത്തില്ല. ആ ഇവന്റ് മാനേജ്മെന്റ് അവരെ പറഞ്ഞാൽ മതി.
അവരല്ലേ ഫുഡാക്കുന്നേ ഫോട്ടോ എടുത്ത് നന്നായിട്ട് ഇവിടെ വെച്ചിട്ടില്ലയോ അവരറിയട്ടെ വെയിലത്ത് പൊട്ടി ശരി അത് കത്തി മറ്റേത് കത്തിയോ ഇല്ല ഒരു മോതിരം ബബിള് വെറുതെ പറഞ്ഞു വെറുതെ പറയുന്നുണ്ട് അതുവരെ പാടിക്കും നല്ല എന്നിട്ട് സ്മോക്കും എല്ലാം കൂടെ വന്നിട്ടും എല്ലാം കൂടെ വന്നു ഇത് വന്നിട്ട് ഇവരെ കാണാൻ പോലും പറ്റുന്നില്ല. Team per आएगी. Your attention please. Train numbers 16347 Trivandrum Mangalore Express via Kottayam, Shannur will arrive shortly on. മിന്നിയ എവിടെ ചെന്നാലും ഞങ്ങൾ ഈ അലമ്പാണ്. എവിടെ പോയി ഇവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ ഞങ്ങൾ പറയിപ്പിക്കും. ഒന്നിനും 10 പൈസയുടെ ബോധമില്ല. ഇവയൊക്കെ ഞാനാണ് മേച്ചുകൊണ്ട് നടക്കുന്നത്. കണ്ട നെക്സ്റ്റ് ട്രിപ്പ് ഓൺ ടാറ്റാ ബിബേ അമ്മയെ ടാറ്റാ. അങ്ങനെ ആളും ബഹളം ഒഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് മാത്രമായി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ ബാക്കിയൊന്നും എടുക്കുന്നില്ല. നാളെ ഞങ്ങളും രാവിലെ പോവും. അതൊന്നും എടുക്കുന്നില്ല. ഇതോടെ ഫിനിഷ് ചെയ്യാണ്. അപ്പോ ഒന്നും കൂടെ എല്ലാവർക്കും ബൈ ബൈ.